നമസ്കാരം. ഒരുപാട് സർക്കാരുകൾ മാറി മാറി ഇവിടെ നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഈ സർക്കാരുകൾ ആരും ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അതുപോലെയുള്ള സമയങ്ങളിൽ ജനങ്ങളെ പട്ടിണിക്കിടുന്ന പരിപാടി ചെയ്തിട്ടില്ല. അവർ ഓണച്ചന്തകൾ നടത്തും, ക്രിസ്മസ് ഫെയറുകൾ നടത്തും, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വില കുറച്ച് സാധനങ്ങൾ പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് വില കുറച്ച് സാധനങ്ങൾ റേഷൻ കടകൾ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ വഴിയും ഒക്കെ വിതരണം നടത്താൻ തയ്യാറായിരുന്നു അവർ. എന്നാൽ നമ്മുടെ പിണറായി സർക്കാർ അതൊക്കെ മാറ്റിമറിക്കുകയാണ്. അദ്ദേഹം പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ക്രിസ്മസിന് ഫെയർ ഇല്ല, അതായത് വില കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് ഇല്ല. സപ്ലൈകോന്റെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ല, ഇത്തവണ ക്രിസ്മസിന് തുറക്കില്ല എന്നാണ് പറയുന്നത്. പണ്ട് EMSന്റെ കാലത്ത് കപ്പയും പൂളയൊക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. എന്നാൽ അതിനുശേഷം പട്ടിണി കിടക്കാൻ കേരളത്തിലെ ഒരു സർക്കാരും മലയാളികളെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ കാലം കഴിയുമ്പോഴാണ് ഇപ്പോൾ മഹാനായ ചക്രവർത്തി പിണറായി വിജയൻ ഭരണത്തിലേറുന്നത്. ഭരണത്തിലേറി 7 വർഷം കഴിയുമ്പോൾ ഇനി ജനങ്ങൾ പട്ടിണി കിടത്തോട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. നവകേരള സദസ്സ് എന്ന നവകേരള ധൂർത്ത് കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കാണ് എന്നാണ് വായ്പ്. ജനങ്ങളുടെ മുഴുവൻ പരാതിയും കേൾക്കുക, അത് മുഴുവൻ സ്പോട്ടിൽ പരിഹരിക്കുക, അങ്ങനെ കേരളം സുഭിക്ഷമായ സമ്പൂർണമായിട്ട് സംതൃപ്തിയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക. ലക്ഷ്യം അതിമനോഹരം. പക്ഷെ അതൊക്കെ വെറും തള്ളലുകളാണെന്ന് 1-2 നവകേരള സദസ്സ് എന്ന സന്ദേശയാത്ര, ഏത് CPMന്റെ സന്ദേശ പ്രചരണ യാത്ര കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സാധാരണഗതിയിൽ സപ്ലൈകോ വഴിയിട്ട് സാധാരണഗതിയിൽ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ സപ്ലൈകോ വഴിയും അതുപോലെ റേഷൻ കടകൾ വഴിയൊക്കെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ സർക്കാർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി ആ പരിപാടി അങ്ങോട്ട് നിർത്തി. ഇത്തവണ ക്രിസ്മസ് ഫെയർ ഇല്ല, അതായത് വില കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കടകളിലൂടെ വാങ്ങാൻ കിട്ടില്ല, സപ്ലൈകോന്റെ ഔട്ട്ലെറ്റുകളിലൂടെ വാങ്ങാൻ കിട്ടില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ 800 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ സാധനങ്ങൾ സപ്ലൈകോയിലേക്ക് എത്തിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചപ്പോൾ ആ ടെൻഡർ എടുക്കാൻ ഇവിടുത്തെ കരാറുകാരുണ്ടായില്ല. അവർക്ക് വേണ്ടെന്നാ പറഞ്ഞത്. കിട്ടാനുള്ള പൈസ എങ്ങനെയും കിട്ടിയാൽ മതി, അവർക്ക് പുതിയ ടെൻഡർ വേണ്ട എന്ന്. ഏതായാലും അനിൽ കൈയും കാലും പിടിച്ച് ഏതൊക്കെയോ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ ഒരിത്തിരി സാധനങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു. അതൊരു 6 ജില്ലകളിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, അതുപോലെ തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്. ഈ 6 ജില്ലകളിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി വായ്ക്കരിയിടാൻ കിട്ടും. മറ്റുള്ള ജില്ലകളിൽ അതുമില്ല. കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. 1 കിലോ ആവശ്യമുള്ളിടത്ത് 250 ഗ്രാം കൊടുക്കും, അതായത് അളവിൽ വളരെ കുറവ്. ഇത്തവണയും ഈ 6 ജില്ലകളിലാണ് ഫെയർ നടക്കുന്നത്, ക്രിസ്മസ് ഫെയർ ഉള്ളതെങ്കിലും അവിടെ കഴിഞ്ഞ തവണത്തെക്കാളും മോശമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വളരെ കുറച്ച് മാത്രമേ കൊടുക്കുള്ളൂ. ആവശ്യത്തിന് സാധനം, അർഹതയുള്ള സാധനങ്ങൾ കൊടുക്കില്ല, വളരെ കുറച്ച് മാത്രം. അതും നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റ് കരാറുകാരോട് കാല് പിടിച്ചിട്ട് 10-20 കരാറുകാരോട് അനിൽകുമാർ കാല് പിടിച്ച് കെഞ്ചിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ അതും ഉണ്ടാകുമായിരുന്നില്ല. സാധാരണ വിപണിയിലേക്ക് ജനങ്ങൾക്ക് അടുക്കാൻ കഴിയുന്നില്ല, അമ്മാതിരി വിലയാണ്, പിടുത്തമിട്ട വിലയാണ്. അപ്പോഴാണ് ഇതുപോലെ സപ്ലൈകോയിലൊക്കെ കുറച്ച് വില കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. 100-300 രൂപയ്ക്ക് പണിയെടുക്കുന്ന സാധാരണ വീട്ടമ്മമാർ ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കിയിട്ടാണ് ഈ സപ്ലൈകോന്റെ ക്യൂവിൽ ചെന്ന് കാവൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞവർക്ക് കിട്ടുന്നത് 100 രൂപയുടെ സാധനം, അഥവാ 150 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് കിട്ടും. 50 രൂപ ലാഭം. സപ്ലൈകോ ലാഭത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ 300 രൂപയുടെ ജോലി ഒഴിവാക്കിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഈ സപ്ലൈകോന്ന് സാധനം വാങ്ങാൻ നിൽക്കാതെ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് പൊതുവിപണി, മറ്റു വിപണിയിൽ നിന്ന്, സാധാരണ വിപണിയിൽ നിന്ന് സാധനം വാങ്ങിയാലും 150 രൂപ പൈസ ബാക്കിയുണ്ടാവും. ഇവിടെ എന്തിനാണ് സപ്ലൈകോയിൽ പോണത്? ഉള്ള പൈസക്ക് എല്ലാം കൂടി കുറച്ച് നാൾ കഴിയാനുള്ള ഒരു വകുപ്പ്, ചെലവ് കുറച്ച് കഴിയാനുള്ള വകുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ സാധനം ഇല്ല. 1 കിലോ വേണ്ടിടത്ത് 250 ഗ്രാം കൊടുത്തെങ്കിൽ കൊടുത്തു. ഇത്തവണ അതും ഇല്ലെന്നാ പറയുന്നത്. മിക്കവാറും 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഏതായാലും പിണറായി മഹാരാജാവ് ഇങ്ങനെ ഭരിച്ച് ജനങ്ങളെ പട്ടിണിക്കിടുന്ന കോലത്തിലും കൂടെ എത്തി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ഫെയറുകളില്ലാത്ത, അല്ലെങ്കിൽ ക്രിസ്മസിന് സപ്ലൈകോന്റെ ഔട്ട്ലെറ്റുകൾ തുറന്നാൽ തന്നെ സാധനങ്ങളില്ലാത്ത ഒരവസ്ഥ സംജാതമാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പദവി അദ്ദേഹത്തിന് സ്വന്തമാക്കാം. 6 ജില്ലക്കാർക്ക് എന്തെങ്കിലും ഒന്ന് മണപ്പിക്കാനെങ്കിലും ഉണ്ട്, ബാക്കിയുള്ള ജില്ലക്കാർക്ക് അതുമില്ല. ഏതായാലും നവകേരള സദസ്സ് എന്നുള്ള ഒരു പരിപാടി അടിപൊളിയാട്ടോ. കേരളം മുഴുവൻ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുമെന്ന് സത്യത്തിൽ കരുതിയില്ല.